എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂണോളം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഇടിയപ്പമൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. വളരെ ചെറിയൊരു പീസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു 2-3 ടീസ്പൂൺ വെള്ളം നമുക്ക് മതിയാവും. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണിത്. ഇതിപ്പോൾ ഒരു 1/2 കിലോ മീനാണ്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ളൊരു മസാലയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ആ മസാല നമുക്കിതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ മീനിലെല്ലാം നന്നായിട്ട് ഇതുപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റെങ്കിലും മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരും. അതെല്ലാം നമുക്കിപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വയ്ക്കാം. അതുപോലെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാം. 30 മിനിറ്റിന് ശേഷം നമ്മളിനി മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാൻ ഒന്ന് വെക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മീനിൻ്റെ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ 2 സൈഡ് ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കിടിലൻ മസാല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.